ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങി LDF. CPM മത്സരിക്കുന്ന 15 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. മുഴുവൻ സ്ഥാനാർത്ഥികൾക്കും പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കും. 20-ൽ 20 സീറ്റും LDF സ്വന്തമാക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അവകാശപ്പെട്ടു. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലും പ്രചരണത്തിലും ഒരുപടി മുന്നിലാണ് LDF. CPIക്കും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനും പിന്നാലെയാണ് CPIMും തങ്ങളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. 15ഇടത്താണ് CPIM മത്സരിക്കുന്നത്. ആറ്റിങ്ങലിൽ V ജോയിയും കൊല്ലത്ത് M മുകേഷും, പത്തനംതിട്ടയിൽ TM തോമസ് ഐസക്കും മത്സരത്തിനിറങ്ങും. ആലപ്പുഴയിൽ സിറ്റിംഗ് MP AM ആരിഫിലേക്ക് തന്നെയാണ് CPIM എത്തിയത്. എറണാകുളത്ത് KJ ഷൈൻ, ഇടുക്കിയിൽ മുൻ MP ജോയ്സ് ജോർജ്, ചാലക്കുടിയിൽ C രവീന്ദ്രനാഥ്, പാലക്കാട് A വിജയരാഘവൻ, ആലത്തൂരിൽ മന്ത്രി K രാധാകൃഷ്ണൻ തുടങ്ങിയവരും മത്സരിക്കും. പൊന്നാനിയിൽ KS ഹംസ, മലപ്പുറത്ത് V വസീഫ്, കോഴിക്കോട് എളമരം കരീം, വടകരയിൽ KK ശൈലജ, MV ജയരാജൻ കണ്ണൂരിലും MV ബാലകൃഷ്ണൻ കാസർഗോഡും മത്സരിക്കും. നിലവിൽ മന്ത്രിയും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും 4 MLAമാരും 3 ജില്ലാ സെക്രട്ടറിമാരും അടങ്ങുന്നതാണ് CPIMന്റെ സ്ഥാനാർത്ഥി നിര. മുഴുവൻ സ്ഥാനാർത്ഥികളും ഇത്തവണ പാർട്ടി ചിഹ്നത്തിലാണ് മത്സരിക്കുക. ഏത് പ്രതിസന്ധിയിലും കുറയാതെ നിൽക്കുന്ന മതനിരപേക്ഷതയുടെ ഗ്യാരണ്ടിയാണ് ഇടതുപക്ഷ പാർട്ടികളും അതിൻ്റെ നിലപാടുകൾ. അതിൻ്റെ MPമാർ വളരെ ചെറുതാണെങ്കിലും അവരെടുത്ത നിലപാടുകളും വളരെ വ്യക്തമാണ്. അപ്പോൾ കേരളം എക്കാലത്തും ഉയർത്തിപ്പിടിക്കുന്ന ആ രാഷ്ട്രീയം ഇന്ത്യൻ പാർലമെന്റിൽ ഉയർത്തിപ്പിടിക്കുന്നതിന് LDF സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക എന്നുള്ളത് കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യ അജണ്ടയാവുന്നു എന്നുള്ളതാണ് അത് സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാൻ. അതിനുതകുന്ന രീതിയിലുള്ള കരുത്തരായ സ്ഥാനാർത്ഥികളുമായാണ് CPIM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മത്സരിക്കാൻ ഒരുങ്ങുന്നത്. എല്ലാവരും പാർട്ടി ചിഹ്നത്തിലാണ്. അതേസമയം 4 സീറ്റിൽ മത്സരിക്കുന്ന CPIയും 1 സീറ്റുള്ള കേരള കോൺഗ്രസ് എമ്മും നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് മത്സരരംഗത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.